നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി എം സ്വരാജ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം നിലമ്പൂരിലേക്ക് എത്തിയപ്പോൾ വലിയ വരവേൽപ്പാണ്, ഉജ്ജ്വലമായ വരവേൽപ്പാണ് എം സ്വരാജിന് പ്രവർത്തകർ അണികൾ നൽകിയത്. പ്രതീക്ഷിക്കാത്ത ഇപ്പോൾ നിലമ്പൂരിൽ ഈ രീതിയിലുള്ള ഒരു വരവേൽപ്പുണ്ടാകും പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പുണ്ടായിരുന്നു. പക്ഷെ അങ്ങാടിപ്പുറം മുതൽ ഇങ്ങോട്ട് ആ ട്രെയിൻ നിർത്തിയ സ്ഥലങ്ങളിലെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ ആവേശമാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ എം സ്വരാജ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ നിലമ്പൂരിൽ രാഷ്ട്രീയം കടുത്ത പോരാട്ടത്തിന് വഴിയൊരുങ്ങുകയാണ്. എം സ്വരാജ്, ആര്യാടൻ ഷൗക്കത്ത്, ഇനി PV അൻവർ മത്സരരംഗത്തേക്ക്, ഒപ്പം തന്നെ BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് മത്സരരംഗത്തേക്ക്. അങ്ങനെ 4 പേരുടെ ചിത്രമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. നിലവിൽ കടുത്ത മത്സരത്തിലേക്ക് സാഹചര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും വരുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന. ആദ്യഘട്ടത്തിൽ വളരെ ആത്മവിശ്വാസത്തോടെയായിരുന്നു UDFന്റെ മുന്നോട്ട് പോക്കെങ്കിൽ സ്വരാജിന്റെ രംഗപ്രവേശം, PV അൻവർ ഉയർത്തുന്ന ഈ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ അതൊക്കെ പല വിധത്തിൽ പ്രതിസന്ധിയാകുമോ എന്ന ആശങ്കയുണ്ട്. സ്വരാജ് സൈൻ ചെയ്യുകയാണ് നാമനിർദ്ദേശ പത്രിക. ഇംതിയാസ് കരീം വിവരങ്ങളുമായി. ഇംതിയാസ്, അങ്ങനെ എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരക്കേറിയ നിമിഷങ്ങളാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, മുഖ്യമന്ത്രി കൈകൾ ഉയർത്തി എം സ്വരാജിനെ പ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ വലിയ ആവേശത്തോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. ആരൊക്കെയാണ് അദ്ദേഹത്തെ, വിജയരാഘവനെയൊക്കെ കാണാം, മറ്റാരൊക്കെയാണ് അനുഗമിക്കുന്നത്? ഇവിടെയും പ്രവർത്തകരുടെ ഒരു വലിയ സാന്നിധ്യമുണ്ടോ? ദിവിഷ്മണി, തീർച്ചയായിട്ടും വലിയൊരു പ്രവർത്തകരുടെ കൂട്ടമായിട്ടാണ് എം സ്വരാജ് നിലമ്പൂർ തഹസിൽദാരുടെ ഓഫീസിലേക്ക് പത്രിക സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിയത്. ആ കാഴ്ച തന്നെ വളരെ ആവേശമുണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇപ്പോൾ സ്വരാജ് ഇവിടെ എത്തി നിലമ്പൂർ തഹസിൽദാറായിട്ടുള്ള ഉപഭരണാധികാരിയായിട്ടുള്ള സിന്ധു MP സിന്ധുവിന് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. CPM പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള വിജയരാഘവൻ, അതുപോലെ തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള PP സുനീർ, PK സൈനബ, മന്ത്രി V അബ്ദുറഹ്മാൻ എന്നിവരൊക്കെ കൂടെയുണ്ട്. തോമസ് മാത്യു ഉണ്ട്. അവർക്കൊപ്പം എത്തിയാണ് ഇവിടെ കാത്തിരുന്ന് ഇപ്പോൾ ഉപഭരണാധികാരിക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഇനി LDF ഒരു ശക്തമായി, ഇന്നലെ തന്നെ LDF അതിൻ്റെ ശക്തമായ പ്രചാരണ പരിപാടികളിലേക്കും കൺവെൻഷനുകളിലേക്കും ഒക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത കൺവെൻഷനിൽ വലിയ ജനപങ്കാളിത്തം ഇവിടെ നിലമ്പൂരിൽ കണ്ടിരുന്നു. റോഡിലാകെ ആളുകൾ നിന്ന് സ്വരാജിന്റെ ഏറ്റവും അവസാനം പ്രസംഗിച്ചത് KT ജലീലായിരുന്നു. അതിന്റെ തൊട്ടു മുൻപായിരുന്നു എം സ്വരാജ് പ്രസംഗിച്ചത്. എം സ്വരാജിന്റെ പ്രസംഗം വരെ അവസാനിക്കുന്നത് വരെ എല്ലാ പ്രവർത്തകരും ആ വേദിയിൽ തന്നെ ഉണ്ടായി എന്നുള്ളത് വലിയൊരു കാഴ്ചയായിരുന്നു, ആവേശമുണ്ടാക്കുന്ന കാഴ്ചയായിരുന്നു. എന്തായാലും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ അടക്കം മത്സര രംഗത്തേക്ക് വരുന്നൊരു സാഹചര്യത്തിൽ ഒരു ശക്തമായ പോരാട്ടത്തിന് നിലമ്പൂർ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇതിന്റെ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ഓരോ സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോവുകയുമാണ്. എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം